സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കി. പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം. ഫലം നെഗറ്റീവാണെങ്കിൽ RT-PCR പരിശോധന നടത്തണം. കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശമുണ്ട്. ഇതിനിടെ രാജ്യത്താകെയുള്ള കോവിഡ് കേസുകൾ 4000 കടന്നു. 24 മണിക്കൂറിനിടെ 65 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 5 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. കേരളത്തിൽ 19 പേർ രോഗമുക്തരായി. ആക്ടീവ് കേസുകൾ 1416 കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ഒരാളാണ് മരിച്ചത്. ഗുരുതര ന്യൂമോണിയ ബാധിതനായിരുന്ന 80-കാരനാണ് മരിച്ചത്. നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ 35% കേരളത്തിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ JN.1 വകഭേദമായ LF7 ആണ് കേരളത്തിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷിയുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.